അടുത്ത പറയാൻ പോകുന്ന ഞാൻ എംഎൽഎ എറണാകുളം നിയോജകമണ്ഡലത്തിലെ പി രാജീവിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ തോൽവിയെ സംബന്ധിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചു പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്തൊരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് പറയാം. സാർ ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയത്. പക്ഷേ എഴുതാനിരിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യുന്നു സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ല, അങ്ങനെ അവരെ പുറത്താക്കില്ലേ സാർ? പിന്നെ ഉള്ളത് ബിന്ദുവിനാണ് നന്ദി പറയുന്നത്. സാർ ബിന്ദു എന്ന് പറയുന്ന മന്ത്രി മെത്തഡ് ഇല്ലായ്മയുടെ കാര്യത്തിൽ സ്പീക്കറെ കളിയാക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെ മനസ്സിലാവത്തില്ല, ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞതേ സ്പീക്കറെ പറഞ്ഞതാണ് പറയുന്നത് ശരിയാവുന്നില്ല, വ്യക്തമാവുന്നില്ല ഉദ്ദേശം കുട്ടികളെ കുറിച്ചാണ് ക്ഷമയുടെ കേന്ദ്രമായിരിക്കണം സാർ.